തിരുവനന്തപുരത്ത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ KPS നടത്തുന്ന പ്രതിഷേധ പരിപാടിയിൽ KPS അധ്യക്ഷൻ സണ്ണി ജോസഫ് സംസാരിക്കുന്നു. കള്ളന്മാരുടെ കൂടെയാണ്, കള്ളന്മാർക്ക് കഞ്ഞിവെക്കുന്ന ഗവൺമെന്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അതുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ശബരിമലയിലെ ഈ കൊള്ള അത് അന്വേഷിച്ച് കുറ്റവാളികളെ ശിക്ഷിക്കുക അവസരമൊരുക്കണമെന്നാവശ്യപ്പെട്ട് പത്തനംതിട്ടയിൽ ഏറ്റവും ശക്തമായ ഒരു വിശ്വാസ സംഗമം നമ്മൾ സംഘടിപ്പിച്ചു. ബഹുമാനായ ശ്രീ കെ മുരളീധരനും കൊടിക്കുന്നേൽ സുരേഷും അടൂർ പ്രകാശും ബെന്നി ബെഹനാനും നയിച്ച 4 ജാഥകൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അത് പന്തളത്ത് വളരെ ഗംഭീരമായ ജനപങ്കാളിത്തത്തോടെ അത് സമാപിച്ചു. നമ്മളുടെ ആവശ്യങ്ങൾ അതിശക്തമായി നിയമസഭാ സമ്മേളന കാലത്ത് ശബരിമലയിലെ ഈ കൊള്ളക്കെതിരെ കേരളത്തിലെ പ്രതിപക്ഷം അതിശക്തമായ സമരമുഖങ്ങൾ ശബ്ദമുയർത്തി. പക്ഷെ ഗവൺമെന്റ് ഇപ്പോഴും പ്രതികളെ സംരക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത് സംഘടിപ്പിച്ചത്. അതിനിടയിലാണ് മിനിഞ്ഞാന്ന് ഇലക്ഷൻ കമ്മീഷൻ കേരളത്തിലെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. പക്ഷേ ഇലക്ഷൻ പ്രഖ്യാപിച്ചെങ്കിൽ പോലും ഇത് ഏറ്റവും ന്യായയുക്തമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മുതൽ തിരിച്ചെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കള്ളന്മാരെ മുഴുവൻ പേരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെടുന്ന ഒരു ധർമ്മസമരമായതുകൊണ്ടാണ് തികച്ചും സമാധാനപരമായി KPCCയുടെ നേതൃത്വത്തിൽ ഈ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകന്മാർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. സർക്കാരിന്റെ മുൻപിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വീണ്ടും ശക്തമായി ആവശ്യപ്പെടുന്നു, തെരഞ്ഞെടുപ്പിന്റെ മറവിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് കരുതേണ്ട. കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കുറ്റവിചാരണ ചെയ്യും. ഈ കള്ളന്മാരെ ജനകീയ കോടതിയിലും നിയമകോടതിയിലും ശിക്ഷിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നമസ്കാരം. ജയ് ഭാരത്.